ഹലോ ഫ്രണ്ട്സ്, കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഉണ്ടാക്കണം. ഇന്ന് വൈകുന്നേരം ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി പിള്ളേർക്ക് ചക്കക്കുരു വെച്ചിട്ടാട്ടോ. ഇപ്പോൾ ചക്ക കിട്ടാനൊക്കെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ കുറച്ച് ഒരു ബഡ് പ്ലാവ് ഉണ്ട്, അതിനൊരു ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുരു കളയാൻ ഒരു വിഷമം. എന്നാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റാന്ന് ഇരിക്കും, നന്നാക്കി വെക്കാൻ മെനക്കേടാം. എന്നാൽ പിന്നെ പുഴുങ്ങിയിട്ട് അതങ്ങ് പൊളിച്ച് ചക്കക്കുരു വെച്ചിട്ട് ഒരു കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ നോക്കാണ്. ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കട്ട്ലൈറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ബ്രെഡിൻ്റെ പൊടി, ചക്കക്കുരു പുഴുങ്ങിയത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപ്പ് ആവശ്യത്തിനിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയുടെ വെള്ളം മാത്രം തിരിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഉരുട്ടിയെടുക്കണം. നമ്മൾ ഉരുട്ടി എണ്ണയിൽ വറുത്ത് കട്ട്ലൈറ്റ് ആവുമെന്ന് നോക്കട്ടെ, ആവാണെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മാവത്ത് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ പതുക്കെ ഒന്ന് കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ ഇത് മുഴുവനും അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ചെറിയ കട്ട്ലൈറ്റ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്കൊക്കെയാണ് ഈ പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് വെക്കാം. ഈ വെള്ളം ഇതിൻ്റെ കറക്റ്റ് പാകമായിട്ട് കുഴക്കണം കേട്ടോ. മിക്സിയിൽ പതുക്കെ അടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കയ്യിലൊക്കെ പൊട്ടി പിടിക്കും. വെള്ളം നല്ല കറക്റ്റ് പാകമാണ്. വെള്ളമൊക്കെ കറക്റ്റ് ഷേപ്പിൽ അടിപൊളിയായിട്ട് നല്ല കറക്റ്റ് ഷേപ്പിന് ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ എല്ലാം ഊറ്റിയെടുത്തിട്ട് നമ്മൾ ഇതിൽ പൊടിയുണ്ട്, ആ പൊടിയിൽ ഇത് പറഞ്ഞെടുത്തു. നമ്മൾ ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്യാം. എന്നിട്ട് ഈ പൊടിയിലേക്ക് വെക്കാം. അങ്ങനെയെല്ലാം മുട്ടയുടെ ഇതിലൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ ആ പൊടിയിലേക്ക് വെക്കാം. പൊടി നമുക്കിപ്പം ബിസ്ക്കറ്റിൻ്റെ പൊടിയോ റസ്കിൻ്റെ പൊടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് ബ്രെഡിൻ്റെ നൈസ് പൊടിയാണ്. ബ്രെഡാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ ബ്രെഡ് തന്നെ കൊടുക്കുന്നതിന് നല്ലതാണോ എന്ന് കരുതി ഞാനൊരു ഐഡിയ ചെയ്ത് നോക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. വെളിച്ചെണ്ണ കളച്ചു, നല്ല കുമ്പളവും തുടങ്ങി. അപ്പോൾ ഈ സിമ്മിലേക്ക് ഇട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇട്ടുന്നത് കത്തിപ്പോവും, ഉള്ളു വേറത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കാൻ പറയുന്നത്. ഒന്ന് മറിച്ചിട്ട് നോക്കാം കേട്ടോ. ഒത്തിരി ആയാൽ കരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ബ്രൗൺ ചെറിയൊരു ബ്രൗൺ ആയുണ്ടോ. അപ്പോൾ നമുക്ക് രണ്ട് വശവും എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ വശോടിയും ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഒന്നും കൂടി നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് വരാൻ വേണ്ടി ഇച്ചിരി ചിക്കൻ മസാല, നല്ല ഫ്രഷ് ഗരം മസാല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വറുത്ത് കോരിയ കട്ട്ലൈറ്റാണ്. അടിപൊളിയായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്നും വിട്ടൊന്നും പോയിട്ടില്ല, കറക്റ്റ് ഭാഗത്തിന് കിട്ടിയിട്ടുണ്ട്. നോക്കിയാൽ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? എന്തിൻ്റെ ടേസ്റ്റ് ആയിട്ടാണ് തോന്നണേ? ചിക്കൻ ആയിട്ടാണോ? ചിക്കൻ ഇട്ടിട്ടില്ല, പക്ഷേ പറ്റിച്ചോ ചിക്കൻ മസാല ഇട്ട്. സൂപ്പർ.